എത്ര സുന്ദരമീ ഖുർആൻ 26-ാം ഭാഗം. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും ലളിതവും കൃത്യവും സൂക്ഷ്മവും സമഗ്രവുമായ ഉത്തരമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ആരാണ് അള്ളാഹു എന്നതിൻ്റെ ഉത്തരം. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു 4 ലൈൻ ഡെഫിനിഷൻ, അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. ആരാണ് അള്ളാഹു എന്നതിൻ്റെ ഒരു 4 വരി ഉത്തരം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ്, വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇതാണ് നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള സൂറത്തുൽ ഇഖ്ലാസ്. ഇതിൻ്റെ ആദ്യത്തെ 2 ആയത്തുകളുടെ ഗാംഭീര്യമാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ 2 ആയത്തുകൾ എടുത്താൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്. ഇതിൻ്റെ ഭാഷാപരമായ കൃത്യതയും വ്യക്തതയും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഖുൽ, പറയുക, പ്രഖ്യാപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. സ്വാഭാവികമായും അവിടെ നടക്കുന്ന ചർച്ച, അവിടെ നടക്കുന്ന തർക്കം, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ ആവശ്യപ്പെടുന്നത്. ഹുവല്ലാഹു അഹദ്, അതാണ് ഒന്നാമത്തെ ഉത്തരം. ഹുവ എന്ന് പറഞ്ഞാൽ അത് ലമീറു ഷഅ്നാണ് ഇവിടെ എന്ന് പറയും. ഗാംഭീര്യത്തിൻ്റെ, മഹത്വത്തിൻ്റെ ലമീറാണിവിടെ ഹുവ. അവൻ. സാധാരണഗതിയിൽ മുമ്പ് ഒരാളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഹുവ എന്ന് പറയുക. ഒരാളുടെ പേര് പറയും, മുഹമ്മദ്, പിന്നെ പറയുമ്പോഴാണ് അവൻ എന്ന് പറയുക. പക്ഷെ ഇവിടെ മുമ്പ് ഒരാളെക്കുറിച്ചും പറഞ്ഞിട്ടില്ല, ഒരാളെക്കുറിച്ചും സംസാരിച്ചിട്ടില്ല. തുടങ്ങുന്നത് തന്നെ ഹുവ. അത് അള്ളാഹുവിനെ കുറിച്ചാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. കാരണം അള്ളാഹുവിനെക്കുറിച്ചാണ് ചർച്ച, അള്ളാഹുവിനെക്കുറിച്ചാണ് തർക്കം, അള്ളാഹുവിനെക്കുറിച്ചാണ് സംഭാഷണം. അതുകൊണ്ട് ഖുൽ ഹുവല്ലാ, പറയുക, അവൻ അള്ളാഹുവാണ്. അപ്പോൾ ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ പരാമർശിച്ചു കൊണ്ടിരിക്കുന്ന അവൻ, നമ്മുടെ പരാമർശ വിഷയമായ ആ മഹത്വത്തിൻ്റെ ഉടയവൻ എന്നർത്ഥത്തിലാണ് ലമീറു ഷഅ്നായി ഇവിടെ ഹുവ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പറയുക, അവൻ, ഹുവല്ലാ, അവൻ അള്ളാഹുവാണ്. അല്ല, അവനാണ് അള്ളാഹു. അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഖുൽ ഹുവല്ലാ, പറയുക, അവനാണ് അള്ളാഹു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവിടെയുള്ള മുശ്രിക്കുകൾക്ക് അറിയാം. അവർ അള്ളാഹുവിനെ പരിചയമുള്ളവരാണ്, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ഇനി അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഹുവല്ലാഹു അഹദ്, പറയുക, അവനാണ് അള്ളാഹു, അവൻ ഏകനാണ്. അറബി ഭാഷയിൽ ഇസ്മുകൾ നക്കിറയായും ഉപയോഗിക്കും, മാരിഫയായും ഉപയോഗിക്കും. നക്കിറ എന്ന് പറഞ്ഞാൽ അപരിചിതമായത് എന്നാണ് അർത്ഥം. മാരിഫ എന്ന് പറഞ്ഞാൽ സുപരിചിതമായത് എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ദ എന്നൊക്കെ ചേർക്കില്ലേ. ആൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൾ, ദ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആ ആപ്പിൾ.
ഇങ്ങനെ അറബിയിൽ അലിഫ്ലാം ചേർക്കും. കലം എന്ന് പറഞ്ഞാൽ പേന, അൽ കലം എന്ന് പറഞ്ഞാൽ ആ പേന, നമ്മൾ മുമ്പ് പരാമർശിച്ച പേന അല്ലെങ്കിൽ പരിചിതമായ പേന. അപ്പോൾ പരിചയമില്ലാത്ത പേനക്ക് കലം എന്ന് പറയും, പേന. പരിചയമുള്ള പേനക്കോ അൽ കലം എന്ന് പറയും. അല്ലെങ്കിൽ റജുലുൻ എന്ന് പറഞ്ഞാൽ ഒരാൾ. പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് പറയാൻ റജുൽ എന്ന നെക്കിറയാണ് ഉപയോഗിക്കുക. അർ റജുൽ എന്ന് പറഞ്ഞാൽ ആ ആൾ, ആ പുരുഷൻ എന്നാണ് അർത്ഥം. അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നെക്കിറയാണ് പ്രയോഗിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വിശേഷണമായിട്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദുൻ എന്നാണ് പിന്നെ നമ്മൾ അത് വഖഫ് ചെയ്യുമ്പോൾ അഹദ് എന്ന് പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുൽ ഹുവല്ലാഹുൽ അഹദ് എന്ന് പറഞ്ഞില്ല. അവൻ അള്ളാഹുവാണ്, അവൻ ഏകനാണ് എന്നതിന് അൽ അഹദ് എന്ന് പ്രയോഗിക്കാതെ അഹദ് എന്ന് മാത്രമാണ് പ്രയോഗിച്ചത്. ഖുൽ ഹുവല്ലാഹു അഹദ്. എന്തുകൊണ്ടാണ് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിശേഷണമായി അസ്സമദ് എന്നാണ് പറഞ്ഞത്? വെറും സമദ് എന്നല്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദുൻ എന്നല്ല, അല്ലാഹു സമദ്. അവിടെ മാരിഫയാണ്. എന്തുകൊണ്ടാണ് ആദ്യത്തെ ആയത്തിൽ അഹദ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നെക്കിറയായി പ്രയോഗിച്ചത്? എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ആയത്തിൽ സമദ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ മാരിഫയായി ഉപയോഗിച്ചത്? അല്ലെങ്കിൽ ആദ്യത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ വിശേഷണം എന്തുകൊണ്ടാണ് അഹദ്, ഏകൻ എന്ന് അപരിചിത രീതിയിലുള്ള ഒരു വാക്കായി ഉപയോഗിച്ചത്? സ്വമദ് എന്ന് പ്രയോഗിക്കുന്നിടത്ത് അസ്വമദ്, പരിചിതമായ രീതിയിലുള്ള അലിഫ്ലാം ചേർത്തുകൊണ്ട് എന്തുകൊണ്ട് പ്രയോഗിച്ചു? ഇത് രണ്ടും വിശകലന വിധേയമാക്കുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഹദ് എന്ന് പറയുന്നത് അവർ നിഷേധിച്ചിരുന്ന അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ്. അള്ളാഹു ഏകനാണ് എന്ന് മുശ്രിക്കുകൾ ഒരിക്കലും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അള്ളാഹു ഏകനല്ല, അള്ളാഹുവിന് ഒരുപാട് പങ്കാളികളുണ്ട്. ഇതായിരുന്നു അവരുടെ വാദവും അവരുടെ അഭിപ്രായവും. അതുകൊണ്ട് വകാനൂ യുൻകിറൂന അഹദിയ്യത്തല്ലാ, അള്ളാഹുവിൻ്റെ അഹദിയ്യത്ത് നിഷേധിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നതാണ് അവരുടെ സ്വഭാവം. അതുകൊണ്ടാണ് ഇവിടെ അഹദ് എന്നത് നെക്കിറയായിട്ട് അള്ളാഹു പ്രയോഗിച്ചത്. അവർക്ക് പരിചയമില്ലാത്ത അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം ഖുൽ ഹുവല്ലാഹു അഹദ്, അവരംഗീകരിക്കാത്ത, അവർ നിഷേധിക്കുന്ന അള്ളാഹുവിൻ്റെ വിശേഷണം. എന്നാൽ സ്വമദ് എന്ന് പറയുന്നത്, സ്വമദിൻ്റെ അർത്ഥം അള്ളാഹുവിന് ആരെയും ആശ്രയിക്കേണ്ടതില്ല, എന്നാൽ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ആശ്രയം ആവശ്യമുണ്ട് താനും. ഇത്രയും വിശാലമായ മഹത്തായൊരർത്ഥമാണ് സ്വമദ് എന്ന വാക്കിനുള്ളത്. എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ, മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ, ഇതാണ് സ്വമദ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇത് അള്ളാഹുവിനെക്കുറിച്ച് അവരംഗീകരിക്കുന്ന കാര്യമാണ്. എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു, അള്ളാഹുവിന് വേറെ ആരുടെയും ആശ്രയം ആവശ്യമില്ല. അതുകൊണ്ട് അവർ അള്ളാഹുവിനെ ആശ്രയിക്കുകയും അള്ളാഹുവിനെ വിളിക്കുകയും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരംഗീകരിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ് സ്വമദീയത്ത്. എന്നാൽ അവർ നിഷേധിക്കുന്ന അള്ളാഹുവിൻ്റെ വിശേഷണമാണ് അഹദിയ്യത്ത്. അതുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞതും ഖുൽ ഹുവല്ലാഹു അഹദിന് ശേഷം അല്ലാഹു സമദ് എന്നും പറഞ്ഞു. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കിയാൽ, അല്ലാഹു സമദ് എന്ന് തന്നെ പറയുമ്പോൾ ഹുവ സമദ് എന്നവിടെ പറഞ്ഞില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞു, ശേഷം ഹുവ സമദ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അള്ളാഹു എന്ന വാക്ക്, ആ പേര്, ജലാലത്തിൻ്റെ ഇസ്മ് അള്ളാഹു വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അവിടെ ഹുവ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ആശയവും ഈ ശക്തിയും ലഭിക്കുകയില്ല.
അതുകൊണ്ട് അള്ളാഹു എന്ന് തന്നെ വീണ്ടും ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ വിശേഷണം പറഞ്ഞു. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക നിങ്ങൾ നിഷേധിക്കുന്ന അള്ളാഹുവിൻ്റെ ഏകത്വമുണ്ടല്ലോ, ആ അള്ളാഹു ഏകനാണ്, അവന് മറ്റൊരു പങ്കുകാരുമില്ല. അല്ലാഹു സമദ്, അള്ളാഹു മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരുമാണ്. അപ്പോൾ ഈ ഒരു ആശയം, ഈ ഒരു അർത്ഥം ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഇങ്ങനെ തന്നെ പറയണം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ആശയഗാംഭീര്യത്തോടുകൂടി ഒന്ന് നക്കിറയായി മറ്റൊന്ന് മാരിഫയായി. ഒരിടത്ത് അള്ളാഹു പറഞ്ഞു, വീണ്ടും അള്ളാഹു ആവർത്തിച്ചു. അതാണ് ഖുർആനിൻ്റെ സൗന്ദര്യവും ഭംഗിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.